സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? വയനാട് ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ദുരന്ത ബാധിതരില് കുറച്ച് ആളുകളെ പറ്റി സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ജേർണലിസം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി അല്ലേ? അപ്പോൾ ആ സ്ത്രീ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്ത ബാധിതരെല്ലാവരും മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ PR വർക്ക് ചെയ്യുന്നവരാണ്. പൈസയും മേടിച്ചിട്ട് PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ സമയത്തൊക്കെ രാജൻ അടക്കമുള്ള മന്ത്രിമാരുടെ ഒപ്പം വന്ന് നിൽക്കുന്ന PR ടീംസ് ആണ് വയനാട് ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളെന്നാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ, അതായത് ഈ രീതിയിൽ ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെ ഒരുപാട് ആളുകൾ മാധ്യമരംഗത്തും അല്ലാതെ പാർട്ടിയിലുള്ളതുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട്, അതായത് അതിശക്തമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ സ്മൃതി പ്ലേറ്റ് മാറ്റി ചവിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് സ്മൃതി പറഞ്ഞത്? കരഞ്ഞുകൊണ്ട് വളരെ വൈകാരികപരമായിട്ട് ഞാൻ പറഞ്ഞൊരു വാർത്തയെ അല്ലെ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വയനാട്ടിലുള്ള ആളുകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വാർത്തകൾ അടിച്ചിറക്കുന്നത്? പാർട്ടിയിലുള്ള നേതാക്കന്മാരടക്കം ഒരുപാട് സൈബർ അതിക്രമങ്ങൾ, സൈബർ ബുള്ളിങ് ആണ് ഞാൻ ഏൽക്കേണ്ടി വരുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ല എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തെ മാധ്യമ സംവാദ പരിപാടിക്കിടയിൽ ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാട് സംസാരിച്ചത്. അതായത് താൻ അവിടുത്തെ വയനാട്ടിലെ ജനങ്ങളെ കളിയാക്കിയിട്ടില്ല എന്നും വയനാട്ടിലെ ജനങ്ങളെ പറ്റി ഞാൻ നല്ലതാണ് പറഞ്ഞത്, രാഷ്ട്രീയത്തിലിരിക്കുന്ന പിണറായി വിജയൻ സഖാവ് അടങ്ങുന്ന അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന കൊള്ളരുതായ്മയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തതെന്നാണ് സ്മൃതി പറയുന്നത്. അല്ലയോ സ്മൃതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ ജേർണലിസം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജേർണലിസം എന്താണ്? ഒരു പാർട്ടിയെ കുറ്റം പറയാനായിട്ടും ഒരു പാർട്ടി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണോ ജേർണലിസം? അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വലതുപക്ഷത്തിരിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നതാണോ നിങ്ങൾ ഈ പറയുന്ന ജേർണലിസം? എന്നാൽ നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാവുന്ന ജേർണലിസം ഇതല്ല. ഞങ്ങൾ പറയുകയാണെങ്കിൽ സ്മൃതി, നീ ചെയ്യുന്നത് പക്ക രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. നിനക്ക് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ UDF-ലുള്ള കൊങ്ങിക്കുട്ടന്മാരുടെ കൂട്ടത്തിൽ ചെന്നൊരു ഒരു ഒരു അപ്പോയിൻമെന്റ് എടുത്ത് അവരുടെ കൂട്ടത്തിൽ ചേരാൻ വേണ്ടിയിട്ട് ഒരു അംഗത്വം നീ എടുക്കുക. അല്ലാതെ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട്, ഇത്രയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ഒരു പാർട്ടിയെ മാത്രം അവർ ചെയ്യുന്ന തന്തയ്ക്ക് പുറക്കാഴ്ചയും കൊള്ളരുതായ്മയും എല്ലാം വെള്ളപൂശിക്കൊണ്ട് ഞങ്ങളാണ് ശരി, അല്ല ഞങ്ങളുടെ പാർട്ടി ചെയ്യുന്നതാണ് ശരി, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന പ്രവണത അത്ര നല്ലതല്ല. അല്ല, അങ്ങനത്തെ രീതി അത്ര നല്ലതല്ല. ഒരിക്കലും ഒരു നല്ല ജേർണലിസ്റ്റിന് യോജിക്കുന്ന ഒരു രീതിയല്ല നിങ്ങൾ അവലംബിക്കുന്നത്, അല്ലെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയും ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതികളുമാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു ജേർണലിസത്തിന് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് മാറുക. നിങ്ങൾക്ക് അതിൽ നല്ല ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല ഭാവിയുണ്ട്. അപ്പം ഞാൻ കണ്ടൊരു പോസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാന പോലീസ് മേധാവി, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം. സർ, റിപ്പോർട്ടർ TV-യിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ശ്രീമതി സ്മൃതി പരുത്തിക്കാട്. ശ്രീമതി സ്മൃതി പരുത്തിക്കാടിനെതിരെ കഴിഞ്ഞ 2 ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ അധിക്ഷേപവും സൈബർ ആക്രമണവുമാണ് ഉണ്ടാവുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ കടുത്ത ഭാഷയിൽ അപമാനിക്കുന്ന വാക്കുകൾക്കൊപ്പം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് കൂടിയാണ് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഉള്ളടക്കം. അർജുൻ ആയങ്കി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സൈബർ ആക്രമണത്തിന്റെ ഭാഗമായി ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. കടുത്ത അശ്ലീല പരാമർശവും അസഭ്യ വർഷവുമാണ് അർജുൻ ആയങ്കി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ പ്രസിദ്ധീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. സ്ത്രീയായ ശ്രീമതി സ്മൃതി പരുത്തിക്കാടിനെതിരെ ശാരീരിക അതിക്രമത്തിനും ആഹ്വാനം ചെയ്യുന്നതാണ് അർജുൻ ആയങ്കി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പ്രസിദ്ധീകരിച്ച സൈബർ ആക്രമണ പോസ്റ്റിന്റെ ഉള്ളടക്കം. അർജുൻ ആയങ്കി എന്ന പ്രൊഫൈലിൽ നിന്ന് ശ്രീമതി സ്മൃതി പരുത്തിക്കാടിന്റെ ചിത്രം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികലമാക്കുകയും ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകയായ ശ്രീമതി സ്മൃതി പരുത്തിക്കാടിനെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുക എന്നതാണ് അർജുൻ ആയങ്കി അടക്കമുള്ള ആളുകൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി റിപ്പോർട്ടർ TVയും റിപ്പോർട്ടർ TVയിലുള്ള സ്മൃതീഷനും. എന്തിന്റെ പേരിലാണ് ഈ ഒരു പരാതിയുമായിട്ട് സ്മൃതീഷൻ അടങ്ങുന്ന ആളുകൾ ഈ പറയുന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ മുൻപിലേക്ക് പോയിരിക്കുന്നത്? ഈ തോന്നിവാസങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ജനങ്ങൾ തിരിച്ചു പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാടാണെന്ന് പറയുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആരെപ്പറ്റിയും എന്ത് അപരാധവും പറയാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെയല്ലേ നമ്മൾ ശരിക്കും എതിർക്കേണ്ടത്? ഇന്ന് ഈ കരഞ്ഞു മെഴുകി പരാതി കൊടുത്തിരിക്കുന്ന സ്മൃതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അത്രയും ആളുകൾ മരണപ്പെട്ട് അവരുടെ എല്ലാവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം ഇല്ലാതെയായി അതിൽ ബാക്കിയാക്കപ്പെട്ട അല്ലെ അവശേഷിച്ച കുറച്ച് ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തു കൊടുത്തിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, ആ നല്ല പ്രവർത്തനങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെയും മുഖ്യമന്ത്രിയും അത് ചെയ്തു കൊടുത്തിട്ടുള്ള തന്നെ ചേർത്ത് പിടിച്ച, അതായത് ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ഞങ്ങളെ താങ്ങായും തണലായും ചേർത്ത് പിടിച്ച ആളുകൾക്കൊപ്പം ഞങ്ങൾ നിൽക്കണം എന്നുള്ളൊരു വിചാരത്തിൽ അവരെ കാണാനായിട്ട് അവരുടെ പ്രചാരണം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയ ആളുകളെ
സ്മൃതി പറഞ്ഞത് PR വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നാണ്. സ്വന്തം അച്ഛനും അമ്മയും അടക്കം സ്വന്തം മക്കളടക്കം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയി. എല്ലാം നശിച്ചു. കൺമുൻപിൽ ഉണ്ടായിരുന്നതെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ ശിഥിലമായി. അങ്ങനെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് PR ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ സ്മൃതിയുടെ ആ ഒരു വർത്തമാനം, അല്ലെ സ്മൃതിയുടെ ആ ഒരു വിദ്വേഷ പരാമർശം, ഇതിനെതിരെ കേസ് കൊടുക്കാൻ ആരുമില്ല ഇവിടെ. അപ്പോൾ ഈ ഒരു പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നുണ്ടെങ്കിൽ, സ്മൃതി ഈ പറഞ്ഞത് ഒരു ജേർണലിസ്റ്റിന്റെ അവകാശവും ജേർണലിസ്റ്റിന്റെ അധികാരവുമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നതും അതേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സാർ അല്ലെങ്കിൽ മേഡം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിൽ കൂടി നിങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് UDFും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കാണും. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വൃത്തികെട്ട ചിന്താഗതിയും നിങ്ങളുടെ ഉള്ളിലുള്ള വികലമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു മനസ്സും അല്ലെ നിങ്ങളുടെ മാനസികാവസ്ഥയും ഒന്നും അംഗീകരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്മൃതിയുടെ ഈ രീതിയിലുള്ള മെഴുകലുകൾക്ക് നല്ല അടി തന്നെ കിട്ടിയിട്ടുണ്ട്. സ്മൃതി അതുകൊണ്ട് പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്മൃതിയുടെ പലതരത്തിലുള്ള മെഴുകലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അപ്പൊ കുറച്ച് നാളുകൾക്ക് മുൻപ് സ്മൃതി LDFനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇടത് പ്രൊഫൈലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വരുന്നത്. 2025 ഫെബ്രുവരിയിൽ ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ സ്മൃതി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇടത് പ്രൊഫൈലുകളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ എല്ലാ സിനിമകളും നടന്നിട്ടുള്ള അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങുന്ന ഘട്ടത്തിൽ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ അവസാന ദിവസം എല്ലാവരും കൂടി ഒന്ന് സന്തോഷിച്ച് ഡാൻസ് ചെയ്തതിനെ ഞാൻ ദൃശ്യം പുറത്തു വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് പുറത്തുപോയ ആളാണ് ദൃശ്യം പുറത്തു വിട്ടത്. എന്തായാലും ഞാൻ പറയുന്ന ഒരു പബ്ബിൽ കളിക്കുകയാണ് എന്ന മട്ടിൽ എന്റെ കൂടെ അവിടെ നിന്ന് കൈമുട്ടുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തും ചാനലുകളിൽ ലൈവ് നിൽക്കുന്ന റിപ്പോർട്ടർമാരടക്കമുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എന്നൊരു വ്യക്തി മാത്രമാണെന്നും ഞാനൊരു സ്ത്രീയാണെന്നും സ്ത്രീ അഴിഞ്ഞാടുകയാണെന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്ന വൃത്തികെട്ട വന്നിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡിലുകളാണ്. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, വിഷമമുണ്ടാക്കി. പിന്നെ കേസിലൊന്നും പോയില്ല. കാരണം ഇത്തരം ഒരുപാട് കേസുകളും പരാതികളൊക്കെ കൊടുക്കുക അതിന്റെ ഒരു കാലതാമസം കൊണ്ട് മടുപ്പ് വന്നുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ വഴിക്ക് പോട്ടെ. എനിക്ക് കണ്ടില്ലേ, സ്മൃതി 2025 പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അന്ന് മുതലേ ഇടതുപക്ഷത്തിനോട് വലിയ രീതിയിൽ വിമുഖതയുള്ളൊരു സ്മൃതി ഇന്ന് ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാനായിട്ട് വലിയൊരു മാർഗമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളെ കാണുന്നു. അതുകൊണ്ട് തന്നെയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ആരെ സഹായിക്കുന്നു ആ ആളുകളുടെ മുഖം നോക്കാതെ അവരെ പറ്റി അപരാധവും അപഖ്യാതികളും പറയുക എന്നുള്ളൊരു ഉറച്ച ലക്ഷ്യം അത് തന്നെയാണ് ഇതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇടതുപക്ഷത്തിനോട് ഇത്രയധികം ദേഷ്യം ഉണ്ടാവാനും ഒക്കെ ഇടയാക്കിയ സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ സ്മൃതിയുടെ ഈ ഒരു പ്രതികരണത്തിൽ സ്മൃതി DGPക്ക് പരാതി നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ പോസ്റ്റ് തന്നെയാണ്. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. റിപ്പോർട്ടർ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിനെതിരായ സൈബർ ആക്രമണത്തിൽ DGPക്ക് പരാതി നൽകി. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമായ അധിക്ഷേപങ്ങളാണ് നടക്കുന്നത്. കടുത്ത അശ്ലീലവും അസഭ്യവും നിറഞ്ഞ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട അർജുനായങ്കി, വൈശാഖ് NV അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ലിങ്ക് സഹിതമാണ് റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ DGPക്ക് പരാതി നൽകിയത്. AI ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അങ്ങേയറ്റം അശ്ലീലകരമായ ആക്രമണം നടത്തിയതെന്നും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടർ നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. കണ്ടില്ലേ, ഇതാണ് അവര് റിപ്പോർട്ടർ TVയും ആന്റോ അഗസ്റ്റിനും അടക്കമുള്ള ആളുകൾ DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം. അപ്പോൾ എനിക്കൊരു സംശയം കൂടി ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ വയനാട് വിഷയത്തിൽ ഈ ഒരു ചർച്ച എടുത്തിട്ടത് ഡോക്ടർ അരുൺകുമാറും ആന്റോ അഗസ്റ്റിനും അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ഇവര് ഒരു സ്പാർക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ആ സ്പാർക്ക് ഇട്ടുകൊടുത്തപ്പോൾ എന്താ ഉണ്ടായത്? ആ സ്പാർക്കിൽ പിടിച്ചുകൊണ്ട് കത്തിക്കയറാനായിട്ട് സ്മൃതി എന്ന് പറയുന്ന UDFനോട് വലിയ രീതിയിൽ അടുപ്പമുള്ള ഒരാൾക്ക് വലിയ എളുപ്പമായിരുന്നു. അങ്ങനെ അയാൾ കത്തിക്കയറി. ആ കത്തിക്കയറിയപ്പോൾ എന്താ ഉണ്ടായത്? റിപ്പോർട്ടർ ചാനൽ നാളിതുവരെ കാണാത്ത രീതിയിലുള്ള TRP വാല്യൂ, റേറ്റിംഗിന്റെ ഒരു ലെവല് അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റേറ്റിംഗ് കുറഞ്ഞു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പരാമർശം നടത്തിയപ്പോൾ റേറ്റിംഗ് പോകുന്നു, ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ റിപ്പോർട്ടർ അരുൺകുമാറിന് നല്ല രീതിയിൽ ഒരു ഉയർച്ച കിട്ടും. റിപ്പോർട്ടർ അരുൺകുമാറിന്റെ ഒരു ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ട് എല്ലാവരും കൊട്ടിഘോഷിക്കും. ആന്റോ അഗസ്റ്റിനും സ്മൃതിയെ അവിടെ ഇരുത്തി കളിയാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ
എത്രയൊക്കെ എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ സംവാദ പരിപാടിയാന്ന് പറഞ്ഞാലും, എത്രയൊക്കെ റേറ്റിംഗ് കൂട്ടാനെന്ന് പറഞ്ഞാലും, എല്ലാ ആളുകളുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കമ്മ്യൂണിസം, അല്ലെ എല്ലാ ആളുകളുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സംഭവമുണ്ട് അല്ലേ? തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടം വലം നോക്കാതെ പ്രതികരിക്കുക എന്നുള്ളത്. ആ രീതിയിൽ സ്മൃതി അവിടെ പ്രതികരിച്ചു. സ്മൃതിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ആൻഡോ അഗസ്റ്റിൻ അടക്കമുള്ള ഈ പറയുന്ന റിപ്പോർട്ടർ TV-യിലുള്ള ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ള എല്ലാ ആളുകളും ഇതിന് കാരണക്കാർ തന്നെയാണ്. അപ്പൊ എങ്ങനെ എന്ത് തന്നെയാണെങ്കിലും സ്മൃതിയുടെ വായിൽ നിന്ന് വന്ന വർത്തമാനം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അത്ര എന്താ പറയുക, പക്വമായിട്ടുള്ള അല്ലെങ്കിൽ പക്വതയോടുകൂടിയുള്ള വർത്തമാനമൊന്നും ആയിരുന്നില്ല. അപക്വമായിട്ടുള്ള അപഹസ്യപരമായിട്ടുള്ള വർത്തമാനമായിരുന്നു. ഈ ഒരു വിഷയത്തിന്റെ അതിൽ വിഷമം തോന്നിയ, അല്ല അതിന് മനം നൊന്ത ഒരു വീട്ടമ്മ, സ്വന്തം 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മ രംഗത്തേക്ക് വന്ന് സംസാരിച്ചൊക്കെ നമ്മൾ കണ്ടാണല്ലേ. അതായത് ഒരുപാട് വിഷമം ഉണ്ടാക്കി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോലുമില്ല അങ്ങനെ ഒരു കാര്യം. ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന ആളുകളെ ഞങ്ങൾ ചേർത്ത് പിടിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രചാരണ വേളയിൽ അവിടേക്ക് പോയി. അല്ലാതെ ഒരിക്കലും മറ്റുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഈ രീതിയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് മനോവിഷമം ഉണ്ടായി. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആ വീട്ടമ്മ പറയാൻ നമ്മൾ കണ്ടതാണ്. ഇതിന് മുകളിൽ വരുമോ സ്മൃതിയുടെ ഒരു അഭിമാനം, അല്ലെ സ്മൃതിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പരാതി എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ? ഒരിക്കലുമില്ല. ആ ഒരു ദുരന്തബാധിതർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്മൃതിയാണെന്നുണ്ടെങ്കിൽ സ്മൃതിക്കെതിരെയും കേസെടുക്കണം. സ്മൃതി ഇപ്പോൾ DGPക്കോ അല്ലെങ്കിൽ ഈ സംസ്ഥാന പോലീസ് മേധാവിക്കോ കേസ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്മൃതി പരസ്യമായിട്ട് മാപ്പ് പറയുന്നതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കും. എന്തൊക്കെയാണോ സ്മൃതി അവരെ പറ്റി പറഞ്ഞത്, എന്തൊക്കെ അപരാധങ്ങളാണോ പറഞ്ഞത്, ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് എല്ലാ ആളുകളുടെയും മുൻപിലിരുന്നു കൊണ്ട് ആ ഒരു അന്തിച്ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ആളുകളോടും മാപ്പ് പറയണം. അതായത് വയനാട്ടിലുള്ള എല്ലാ ആളുകളോടും ലൈവായിട്ട് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരും. അല്ലാതെ എല്ലാ ആളുകളെ പറ്റിയും മോശമായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു ലൈസൻസ് ആണ് ജേർണലിസം എന്ന് വിചാരിക്കുന്ന ഈ ചിന്താഗതി, അത് നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ആ ചിന്താഗതിക്കെതിരെ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും പ്രതികരിക്കുന്നത്. ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും. എത്രയൊക്കെ പരാതി കൊടുത്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക പ്രതികരണം, അല്ലെ പ്രതിഷേധം ഈ രീതിയിലൊക്കെ തന്നെ വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.